അപ്പോൾ ഇന്ന് കല്യാണീനെ അംഗനവാടിയിൽ നിന്ന് കൂട്ടാൻ വേണ്ടി ഞാനും ഏട്ടനും കൂടെയാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെല്ലുന്നത് കല്യാണി മോൾക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഏട്ടൻ എന്തോ ആവശ്യത്തിന് പെരുവയ്ക്ക് പോകണമെന്ന് പറഞ്ഞ്, അപ്പം ഞങ്ങളും കൂടെ ചെല്ലാമെന്ന് പറഞ്ഞ് ഞങ്ങളും പോയി. അപ്പം ഏട്ടൻ്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലേക്ക് കയറിയേ. അപ്പോൾ കല്യാണിക്ക് നേരത്തെ തന്നെ ഐസ്ക്രീം മതി എന്ന് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം അങ്ങനെ അച്ഛൻ ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത്. അപ്പം ഈ ഒരു സമയത്ത് ഈ പനിയും ജലദോഷമൊക്കെ ഉള്ള സമയത്ത് ഐസ്ക്രീം ഒന്നും മേടിച്ചു കൊടുക്കുന്നത് എനിക്ക് തീരെ താല്പര്യമുള്ളൊരു കാര്യമല്ല. എങ്കിലും അംഗനവാടിയിൽ നിന്ന് വന്നതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഏട്ടൻ ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഏട്ടനൊരു ചായ മാത്രമേ കുടിച്ചുള്ളൂ, ഞാനാണെങ്കിൽ ഒരു പപ്സും ഒരു ചായയും കുടിച്ചു. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീട്ടിലാണെങ്കിൽ എനിക്ക് എടുപ്പത് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ തുണി ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ സോപ്പ് പൊടിക്കകത്ത് നേരത്തെ തന്നെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുട്ടികളുടെ തുണിയെല്ലാം കല്ലിൽ തന്നെ അലക്കണം, എന്നാലേ ചെളിയും കാര്യങ്ങളൊക്കെ പോവുള്ളൂ. അപ്പോൾ ഡെയിലി ഇവർ 2-3 തുണിയൊക്കെ മാറും കേട്ടോ. അപ്പോൾ എപ്പോഴും വെള്ളത്തിൽ കളിയും മണ്ണീ കളിയൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ തുണിയും കാര്യങ്ങളെല്ലാം അലക്കി. അപ്പോൾ പിള്ളേരെ അറിയിച്ചിട്ടില്ല കേട്ടോ, കാരണം പിള്ളേരെ വല്ലതും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേരും വന്ന് ഫുള്ള് വെള്ളത്തിൽ കളിയാണേ. പിന്നെ അവരെ ഒന്ന് കയറ്റി വരണമെങ്കിൽ ഞാൻ വളരെയധികം പ്രയാസപ്പെടും. അതുകൊണ്ട് പിള്ളേരെ അറിയിക്കാതെ ഞാൻ പെട്ടെന്ന് വന്ന് തുണിയെല്ലാം അലക്കി വിരിച്ചിട്ടോ. അപ്പോൾ കുറച്ച് മിറ്റമൊക്കെ അടിക്കാനായിട്ടുണ്ടായിരുന്നു, ഞാൻ നേരെ മിറ്റമൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും കമൻസും ഒക്കെ തരണം, എന്നാലേ എനിക്ക് പുതിയ വീഡിയോസൊക്കെ ഇടുമ്പം എനിക്കതൊരു പ്രചോദനമാകത്തുള്ളൂ ഇനിയും വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം അടിക്കാനുള്ളതെല്ലാം ഞാൻ അടിച്ചു വാരി ഒരു സ്ഥലത്ത് കൂട്ടി വെച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് കരികിലേക്ക് ആകുമ്പോൾ കത്തിച്ച് കളയാറാണ് പതിവ്. അങ്ങനെ നേരെ പോയി എൻ്റെ ഒരു കുളിയൊക്കെ പാസ്സാക്കി. അപ്പോൾ ഒരു ആനയെ തിന്നാനായിട്ടുള്ള വിശപ്പുണ്ടേ. ഈ അലക്കിയിട്ട് വന്നിട്ട് ഇങ്ങനെ കഴിക്കുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല, നനഞ്ഞൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നേരെ പോയി പെട്ടെന്ന് കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തേ. അപ്പോൾ കല്യാണി അംഗനവാടിയിൽ നിന്നും അവൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തന്നെ പറമ്പിലുണ്ടായ പഴം ഉണ്ടായിരുന്നു, അപ്പോൾ അതുമായിട്ട് ഞാൻ കഴിച്ചു. അപ്പോൾ ഏട്ടൻ മുളക് പൊടിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ കുടിച്ച് ചായ കുടിക്കുകയാണ്. അപ്പോൾ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ട് ഇതുപോലെ ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം, ഇത് സ്വർഗം കിട്ടിയതുപോലെയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ ബൈ, സീ യു.